ഇവിടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ വളരെ പക്വമായി അതിനെ കൈകാര്യം ചെയ്യും. ചില ആളുകൾ വളരെ വീക്കായിക്കൊണ്ട് ഒരുപക്ഷെ ജീവിതം പോലും അവസാനിപ്പിക്കുന്ന രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജീവിതങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പോസിറ്റീവായി ജീവിക്കാനുള്ള എനർജി കിട്ടിയേക്കാം. അത്തരത്തിലുള്ള ഒരു നേതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി. ഒരു കാലഘട്ടം മുഴുവൻ നമ്മുടെ കേരളത്തിലെ സഖാക്കളാലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന സംഘപരിവാറിനാളും അതിനിഷ്ഠൂരമായി ആക്രമിക്കപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം. പപ്പു എന്ന് വിളിച്ചുകൊണ്ടും അമുൽ ബേബി എന്ന് വിളിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പറ്റാവുന്ന അത്രയും കേസുകൾ തലയിൽ കെട്ടിവെച്ചുകൊണ്ടും ഇഡിയെ വെപ്പിച്ച് ചോദ്യം ചെയ്തുകൊണ്ടും എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ തരം താഴ്ത്താൻ സാധിക്കുമോ അത്തരത്തിലൊക്കെ തരം താഴ്ത്തിയിട്ടും ഇന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു നിന്ന് ഇന്ത്യയിൽ ഉടനീളം ലോകത്തുടനീളം ചർച്ചയാകുന്ന രൂപത്തിലേക്ക് രാഹുൽ ഗാന്ധി മാറി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ മിന്നും പ്രകടനമാണ്, ഏവരാലും പ്രശംസിക്കപ്പെടുന്ന പ്രകടനമാണ് രാഹുൽ ഗാന്ധി കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ ഒരു ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൽ തളർച്ച അനുഭവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പ്രചോദനമാകുന്ന ഒരു ജീവിത രീതിയാണ്. എപ്സ്റ്റീൻ ഫയലിൽ രാഹുൽ ഗാന്ധിയുടെ പേരില്ല, പകരം നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രിയുടെയും അംബാനിയുടെയും ഒക്കെ പേരുണ്ട് എന്നുള്ളത് BJPയെ അലട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കപട രാഷ്ട്രസ്നേഹം രാഹുൽ ഗാന്ധി MM നരവനെയുടെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് തുറന്നു കാണിച്ചു. ഇന്ത്യ അമേരിക്ക ആണവ കരാറിൽ ഭാരതാംബയെ അമേരിക്കക്ക് വിറ്റു എന്നാണ് രാഹുൽ ഗാന്ധി മോദിജിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ളത്. അടപടലം കിടുകിട വിറക്കുന്ന പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു BJP നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെയധികം ഊർജം ഓരോ യുവാക്കൾക്കും നൽകുന്ന ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒരു ഭാവി ഇന്ത്യയെ, നഷ്ടപ്പെട്ടു പോയ ഇന്ത്യയെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും, ഓരോ ഇന്ത്യക്കാരനും പ്രതീക്ഷ നൽകുന്നു. നമുക്ക് തുടരാം രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇന്ത്യ നമുക്ക് വീണ്ടെടുക്കണം. ജയ് ഹിന്ദ്.